ആരിഫ് ഹുസൈൻ. ഇതാരാ? വാര്യമ്പള്ളിയിലെ മീനാക്ഷിയല്ലോ. 55 സലൂൺ സർവീസ്. ഇതിൽ ഏത് 10 സർവീസ് എടുത്തു കഴിഞ്ഞാലും just 200 ദിർഹം. കാണ്ടാമൃഗത്തെ വേണേ കണ്ടോ, അങ്ങോട്ട് നോക്കിയാ മതി. ഐ ക്വിറ്റ് മേക്കപ്പ്. ഇത്ര നേരം ഒന്നുമല്ലല്ലോ പറഞ്ഞേ, ഇപ്പൊ എന്തോ പറ്റി? ഒരബദ്ധം പറ്റിന്ന് പറഞ്ഞാ മതിയല്ലോ. കാര്യം എന്താന്ന് വെച്ചാൽ അമ്മാവൻ തെളിച്ചു പറ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിരിക്കുന്ന ഈ മുഖം മാറ്റങ്ങൾ വരുത്തുവാനോ ചായം പോഷുവാനോ പാടില്ല. കരയരുത് വിശാലം, മേക്കപ്പ് ഇളകും. 20 വർഷം 20 ഇയേഴ്സ് എടുത്തു ഈ ഒരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തിച്ചേരാൻ. ഇതാണ് കഥ. പക്ഷേ ഫ്ലാഷ് ബാക്കിലാണ് യഥാർത്ഥ സംഭവം നടക്കുന്നത്. ഫ്ലാഷ് ബാക്ക്. ഈ സഹോദരന് ചില സംശയങ്ങളുണ്ട്, നമുക്കതങ്ങ് തീർത്തു കൊടുത്തേക്ക്. കിടന്ന് ചൂടാവില്ല നാരായണി. ഹിജാബ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കും. അത് ശരി. അത്ര വലിയ ഷോ ഒന്നും നടക്കല്ലേ. ലിപ്സ്റ്റിക്കിന്റെ ഏത് ഷെയ്ഡാ ഉപയോഗിച്ചേക്കുന്നത്? എന്താ പോലെ പ്രശ്നം? ചെറിയ മക്കളെ വരെ നിങ്ങൾ ലിഫ്റ്റ് കിടിക്കും. അല്ലാഹുവിന്റെ റസൂൽ വഹിയ സാനിയ, ഓള് വേശ്യയാണെന്നാ പറഞ്ഞത്. ഓൾ ആരാണ്? അതുകൊണ്ട് തന്നെ ഐ ക്വിറ്റ് മേക്കപ്പ്. ഇതിന്റെ പിന്നിൽ വമ്പൻ ഫ്രാവുകളും നീലത്തിമുങ്കലും ഒക്കെ ഉണ്ട്. ഞാനല്ലേ എന്നോട് ദേഷ്യം പിടിക്കണ്ട, മുത്തു നബിയാ പറഞ്ഞത്. പാടില്ലാത്തത് കൊണ്ട് തന്നെ ഐ ക്വിറ്റ് മേക്കപ്പ്. സംശയമൊന്നുമില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിരിക്കുന്ന ഈ മുഖം ഇതിൽ ചായം പോഷുവാനോ പാടില്ലാത്തത് കൊണ്ട് തന്നെ ഐ ക്വിറ്റ് മേക്കപ്പ്. എനിക്കിങ്ങനെ അബദ്ധം പറ്റാറില്ല. ഇത് അബദ്ധമല്ല മോളെ, ദൈവത്തിന്റെ ഒരു കമ്പിയില്ല കമ്പി സന്ദേശമാണ്. എല്ലാത്തിനാ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ആരെ? അന്നാമിസാത്തു വൽ മുത്തനമ്മിസാത്തു. ചുണ്ടിൽ ചായം തേക്കുന്നവളെയും ചായം തേക്കാൻ ഇരുന്നു കൊടുക്കുന്നവളെയും. നരകത്തിലെ ബറകൊള്ളി ആവണോ? വേണോ? വേണോ? എന്റെ ലൈഫ് ബ്രോയിലറായി. ദൈവമേ, എന്റെ ലൈഫ് ബ്രോയിലറായി. അതുകൊണ്ട് തന്നെ ഐ ക്വിറ്റ് മേക്കപ്പ്. തലയ്ക്കാല സൂലെന്ന് തോന്നുന്നു. ആരുടെയും നിർബന്ധത്തിലോ വിമർശനം കാരണമോ എടുത്ത തീരുമാനമേ അല്ല, എന്റെ സ്വന്തം തീരുമാനമാണ്.